ഹലോ എവ്രി വൺ, വെൽക്കം ടു Aarohanamz. എല്ലാവരും സുഖമായും സേഫായിരിക്കുന്നല്ലോ അല്ലേ? ഈസി ആയിട്ട് ടിൻ ഫിഷ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ട്യൂണ കട്ട്ലറ്റ് ആണത്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കട്ട്ലറ്റ് ആണ് കേട്ടോ ഇത്. ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 2 ടിന്ന് ട്യൂണയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, പുതിന, മല്ലിയില, ഇത് 4 ഓരോ സ്പൂൺ വീതം നമുക്ക് കിട്ടും അരിയുമ്പോൾ. ഒരു തക്കാളി, ഒരു സവാള, ഉരുളക്കിഴങ്ങ് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും, ഒരു ക്യാരറ്റ്, ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ടി ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ബ്രെഡ് ക്രംസിന് പകരം നമുക്ക് കോൺഫ്ലേക്സ് പൊടിച്ച് യൂസ് ചെയ്യാം. മല്ലിയിലയും പുതിനയിലയും മസ്റ്റാണ്, അതാണ് ആ ഫ്ലേവർ നൽകുന്നത് കേട്ടോ. ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ട് പച്ചമുളക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. 3/4 സ്പൂൺ പെപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. 3/4 സ്പൂൺ തന്നെ ഗരം മസാലയും 1 സ്പൂൺ മുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിഞ്ഞു കൊണ്ടുവരാം. മല്ലിയിലയും പുതിനയിലയും ഞാനിപ്പോൾ എന്തായാലും വേവിക്കുന്നതിലേക്ക് ഇടുന്നില്ല. ബാക്കി എല്ലാവരും ഒന്നിച്ച് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ഒപ്പം ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞെടുക്കാം. എന്തായാലും ഒന്നിച്ച് വേവാനുള്ളതാണ്, എന്നാലും നല്ലോണം ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കാം. തക്കാളി 4 ആക്കി മുറിച്ചിട്ടാൽ മതി, ചെറുതായി അരിയണ്ട. വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്കിന്നെടുത്ത് കളയാം നമുക്കപ്പോൾ. രണ്ട് ട്യൂണ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ ഉള്ളിലെ ഓയിൽ കളഞ്ഞിട്ട് നമുക്ക് ട്യൂണ ഫിഷ് മാത്രം കൊട്ടിയിടാം കേട്ടോ. കുക്കറിലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിക്കേണ്ട, നല്ല യമ്മി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഈസി ആയിട്ട് ഇത് ട്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, അത് എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു പിഞ്ച് ഇടുമല്ലോ, അത് ആഡ് ചെയ്യുവാണ് കേട്ടോ. പച്ചമുളക് ഞാൻ ഇടുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. പെപ്പർ ആഡ് ചെയ്യുവാണ്. മുളക് പൊടി നല്ല എരിവുള്ളതാണ്, പോരാത്തതിന് ഇവിടെ കുട്ടികളും കഴിക്കാനുള്ളതിൻ്റെ പേരിൽ ഞാനിപ്പോൾ പകുതിയേ ഇടുന്നുള്ളൂ കേട്ടോ. ഗരം മസാല 3/4 സ്പൂൺ എടുത്ത് വെച്ചത് ഞാൻ ഇടുകയാണ്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്യാം. ആ ഇട്ടിരിക്കുന്ന വെജിറ്റബിൾസ് വേവാൻ വേണ്ടി മാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഒരുപാട് ഒഴിക്കരുത്. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് എടുത്തിട്ട് പിന്നെയും 1 സ്പൂൺ അതിൻ്റെ അകത്ത് ബാക്കി ഉണ്ടായിരുന്നു. ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് വെന്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളത് വറ്റിക്കേണ്ടി വരും. ഇത്രയും മതി. അടച്ചു വെച്ചിട്ട് ഞാൻ 3 വിസിൽ കേൾപ്പിക്കുകയാണ്. നിങ്ങളുടെ കുക്കറിൻ്റെ വിസിലിൻ്റെ പാകം അനുസരിച്ച് വിസിൽ കേൾപ്പിച്ചോ. എന്തായാലും വെജിറ്റബിൾസ് ഫുള്ള് വെന്ത് കിട്ടണം, ഉടയുന്ന പരുവത്തിൽ. കുക്കറിൽ എയറൊക്കെ പോയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഒഴിച്ച വെള്ളം കറക്റ്റ് പാകമായിരുന്നു, ഒട്ടും വെള്ളം നിൽക്കുന്നില്ല. എന്നാലും ചെറിയ രീതിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്, നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, തക്കാളിയുടെ സ്കിന്നും കിട്ടിയിട്ടുണ്ട്, നമുക്കത് കളയാം. ഇതിൽ വെള്ളം നല്ലോണം വറ്റി വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും മറ്റു വെജിറ്റബിൾസും ഫിഷൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്, നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് മല്ലിയിലയും എടുത്തു വെച്ചിരിക്കുന്ന പുതിനയിലയും ഒന്ന് ആഡ് ചെയ്യാം, ഒന്ന് ഇളക്കാം. അതിനൊപ്പം തന്നെ കുറച്ച് സോസ് ഞാൻ ആഡ് ചെയ്യുവാണ്, ടൊമാറ്റോ സോസ്. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഒരു മധുരിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ കോൺഫ്ലേക്സ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് അത്രയും കിട്ടിയിട്ടുണ്ട്. ഒരു പൊടിക്ക് ഞാൻ അതിൽ ചേർക്കുവാണ്. അതിലുള്ളൊരു എണ്ണമയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മയമൊക്കെ ഒന്ന് പോയി വേറൊരു ടേസ്റ്റും കൂടെ കിട്ടും. അതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് മുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ചുകൂടെ കോൺഫ്ലേക്സും കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ചൂടാറിയിട്ടുണ്ട്. കയ്യിൽ തന്നെ വെച്ച് ഞാനത് ബോൾ ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുവാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് എഗ് വൈറ്റിൽ മിക്സ് ചെയ്യാം. ഒന്നുകൂടെ കോൺഫ്ലേക്സിൻ്റെ പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് അത് എടുക്കുവാണ് ഞാൻ. അത് മതി. ഇനി അതൊന്ന് ഷേപ്പ് ചെയ്യുക, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടപ്പോൾ ഷേപ്പ് ഔട്ടായില്ലേ. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ ബാക്കിയുള്ളതുകൂടെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. റെഡി. 10 എണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു ടിന്നിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണ്. നാളെ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതല്ലെങ്കിൽ കുറച്ച് ദിവസം വെക്കാനാണെങ്കിൽ ഫ്രീസറിൽ വെക്കണം കേട്ടോ. അതും എയർ ടൈറ്റ് ബാഗിൽ അടച്ച് തന്നെ വെക്കണം. ഞാനിത് 2 സെക്ഷനായിട്ടാണ് വറുക്കാൻ പോകുന്നത്, കുറച്ച് ഓയിലും കുറച്ച് എയർ ഫ്രയറിലും. അപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഓയിൽ അതിൻ്റെ മേലെ ആക്കുവാണ്, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് ഞാനിവിടെ ഒരു 7 എണ്ണം എടുത്ത് എയർ ഫ്രയറിൽ സെറ്റ് ചെയ്യുവാണ്. 160 ടെമ്പറേച്ചറിൽ ഒരു 15 മിനിറ്റ്, എനിക്കൊരു ഗോൾഡൻ ബ്രൗൺ മതി.
ഒരുപാട് മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു 180 വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്രൗൺ ആയിട്ട് അല്ലെങ്കിൽ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. എനിക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 15 മിനിറ്റ് 160 ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തിടുവാണ്. ഇതാവുമ്പോഴേക്കും നമുക്കൊരു 3 എണ്ണം എടുത്തിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ഞാനതിലേക്ക് 3 എണ്ണം എടുത്ത് വയ്ക്കുവാണ്. നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. തിരിച്ചിടുവാണ്. വാവ്, ഓയിലിൽ വറുത്തെടുക്കുന്നതിന് അതിൻ്റേതായ ടേസ്റ്റും ഉണ്ടാവും. എണ്ണ അധികം വേണ്ട എങ്കിലാണ് എയർ ഫ്രയറിൽ ചെയ്യുന്നത്. ഈവൻ നഗറ്റ്സ് ഒക്കെ ആണെങ്കിലും നല്ലതാട്ടോ അതിൽ വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എയർ ഫ്രയറിലെ ഫോമും നോക്കാം. അതും സെറ്റ് ആയിട്ടുണ്ട്. ഇതാ ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ല ക്രിസ്പി ഫോമായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ യമ്മി ഈസി ആയിട്ട് ഉണ്ടാക്കിയ ടൂണ കട്ട്ലറ്റ് ഇവിടെ ഇതാ റെഡി ടു ഈറ്റ്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ. ഇതായി നോക്കിയേ, ഇത് കണ്ടോ, രണ്ടും ഓൾമോസ്റ്റ് ഫോം സെയിം തന്നെ. ഓയിലിൽ ഫ്രൈ ചെയ്തപ്പോൾ അത് ബ്രൗൺ ആയിരുന്നുള്ളൂ കേട്ടോ. വീട്ടിലിപ്പം തന്നെ ട്യൂണ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ആസ് യൂഷ്വൽ ഫോട്ടോസ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ടൂണ കട്ട്ലറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി കാണുന്നത് വരെയും ബൈ ബൈ.